ഹലോ, നമുക്കിന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം. സയൻസ് ഓഫ് ഹെൽത്ത് കെയർ ആണെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ഹെൽത്ത് ആൻഡ് വാട്ട് ഷുഡ് ബി ഡൺ ഫോർ ഇറ്റ്സ് മെയിൻ്റനൻസ് എന്നുള്ളതാണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഭവങ്ങൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് എന്താണ്, മെയിൻ്റനൻസിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. രണ്ടാമത് വരുന്നത് പോസിറ്റീവ് ഹെൽത്ത്, അതിൻ്റെ ക്രൈറ്റീരിയാസും. പിന്നെ ഡിസീസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. പിന്നെ റിക്വയർമെൻറ്റ്സ് ഓഫ് പ്രിവെൻറ്റിങ് ഡിസീസ്, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ഫോർ പ്രിവെൻറ്റിങ് എ ഡിസീസ്. പിന്നെ റിക്വയർമെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് KAP സ്റ്റഡി. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹെൽത്തിനെ കുറിച്ച് പറയാം. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മളൊരു പേഴ്സൺ ഹെൽത്തിയാണെന്ന് പറയാം. സാധാരണ അയാളുടെ വർക്ക്സൊക്കെ നോർമലി അയാൾക്ക് ചെയ്യാൻ പറ്റുക, പിന്നെ പുറത്തേക്ക് ഒരു അസുഖത്തിൻ്റെ സയൻസും കാണിക്കാതിരിക്കുക, അപ്പോഴാണ് അയാളെ ഹെൽത്തി എന്ന് പറയുക. പക്ഷേ ഒരു മെഡിക്കൽ മാനിനെ അനുസരിച്ച് ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അയാളുടെ ബയോകെമിക്കൽ നോംസും എല്ലാം കറക്റ്റായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യൂറിനിൽ ഷുഗർ ഉണ്ടാവാതിരിക്കുക, പസൽസ് ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഒരു മെഡിക്കൽ മാൻ ഒരു പേഴ്സൺ ഹെൽത്തിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, പിന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ്സ്, ഇപ്പോൾ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഉണ്ടോ, അണ്ടർ വെയിറ്റ് ആണെങ്കിൽ ഹി ഈസ് നോട്ട് കൺസിഡേർഡ് എ ഹെൽത്തി. ഒബീസ് ആണെങ്കിൽ എഗെയിൻ ഹി ഈസ് നോട്ട് കൺസിഡേർഡ് ഹെൽത്തി. പക്ഷേ ഈ സ്റ്റാൻഡേർഡ്സൊക്കെ ഒരു റേസ്, അല്ലെങ്കിൽ റെസ്റ്റ്, എക്സസൈസ്, ഫുഡ് ഹാബിറ്റ്സ്, സ്റ്റാർവേഷൻ, ക്ലൈമറ്റ്, ഓൾട്ടിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ വെച്ചിട്ട് ഇത് വേരി ചെയ്യാം. ഹെൽത്ത് ക്രൈറ്റീരിയാസ് വേരി ചെയ്യാം. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഹെൽത്തിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ തരാൻ ബുദ്ധിമുട്ടാണ്. പഴയ കാലത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പണ്ടത്തെ ഹീലിംഗ് ആർട്സിലും പലതരത്തിലും ആൾക്കാരുടെ അസുഖങ്ങൾ മാറ്റാൻ ചെയ്തിരുന്നു, ഹെൽത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലൊന്നിലും ഹെൽത്തിനെ കുറിച്ചിട്ടൊരു പ്രോപ്പർ ഡെഫിനിഷൻ തരാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അതിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. The state of being free from sickness, injury, disease or bodily functions, something indicating good bodily condition. ഇത് ഒന്ന് ശ്രദ്ധിച്ച് ബൈ ഹാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ 1948 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിന് ഒരു ഡെഫിനേഷൻ തന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇസ് എ സ്റ്റേറ്റ് ഓഫ് complete physical, mental and social well-being and not merely the absence of disease or infirmity. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവാം, സോഷ്യലി, മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരു അസുഖങ്ങൾ ഇല്ലെങ്കിൽ മാത്രമാണ് ഒരാളെ നമുക്ക് ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആരും ഹെൽത്തി അല്ല, അല്ലേ? എന്തെങ്കിലും ഒരു ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി നമുക്ക് ഉണ്ടാവാം. പക്ഷേ ഇങ്ങനെയാണ് ബേസിക്കലി ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ് തന്നെ, ഇപ്പോൾ മെൻ്റലി സന്തോഷമായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ചെറിയൊരു ഡെഫിഷ്യൻസി ഡിസീസ്, ഇപ്പോൾ ഒരു വിറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിലും ഹി ക്യാൻ ബി കൺസിഡർഡ് ആസ് അൺഹെൽത്തി. ഫുൾ ഹെൽത്തി പേഴ്സണായിട്ട് നമുക്ക് അപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളെ ഹെൽത്തിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വരുന്നത് പിന്നെ കുറേ സ്ട്രെസ്സസ് വരുമ്പോൾ സ്ട്രെസ്സസിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. കുറേ സ്ട്രെസ്സസ് വരുമ്പോൾ എന്താ സംഭവിക്കുക, ബേസിക്കലി നമ്മുടെ ഹെൽത്ത് ഡിറ്റോറേറ്റ് ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ സ്ട്രെസ്സ് കൂടി കഴിയുമ്പോൾ ചില ആൾക്കാർ, നോർമൽ BP ഉള്ള ആൾക്കാർക്ക് BP കൂടാം, നോർമൽ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഷുഗർ വരാം. അങ്ങനെ സ്ട്രെസ്ഫുൾ ഫാക്ടേഴ്സിനെ എങ്ങനെയാണോ നമ്മൾ ഡീൽ ചെയ്യണേ അതിനനുസരിച്ചും നമ്മളെ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് നമുക്ക് പറയാം. ഇതാണ് പിന്നെ വരുന്നത്. പിന്നെ നെക്സ്റ്റ് സോഷ്യൽ വെൽബീങ് എപ്പോഴാണ് ഉണ്ടാവുക, സോഷ്യലി ഹെൽത്തി ആണെന്ന് എപ്പോഴാണ് പറയുക. ഈ ഒരു മനുഷ്യൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സായിട്ടുള്ളതും അതുപോലെ സൊസൈറ്റിയിലുള്ള വേറെ ആൾക്കാരുമായിട്ടുള്ള ബന്ധം പ്രോപ്പറാണ്, അവരോടുള്ള സമീപനം പ്രോപ്പറാണെങ്കിൽ മാത്രമാണ് സോഷ്യലി ഹി ഈസ് വെൽ എന്ന് പറയാൻ പറ്റുള്ളൂ, വെൽ ഓഫ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആണ്. അപ്പം ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എപ്പോഴാണ് നമ്മൾ ഒരാൾ സോഷ്യലി അല്ലെങ്കിൽ മെൻ്റലി ബാഡ് എഫക്റ്റിലേക്ക് പോകാമെന്നുണ്ടെങ്കിൽ, സാധാരണ സ്ട്രെസ്സസ് പൊതുവേ കോപ്പ് ചെയ്യാം. ചെറിയ ചെറിയ സ്ട്രെസ്സസ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഒരാൾ മെൻ്റലി അൺഹെൽത്തി ആണെന്ന് എപ്പോഴാണ് പറയുക, അയാൾ ഡിപ്രസീവ് മൂഡിലോ അല്ലെങ്കിൽ ഒരു വയലൻറ്റ് ആങ്കർ അല്ലെങ്കിൽ വയലൻറ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അയാളുടെ മെൻ്റൽ ഹെൽത്ത് ഡിറ്റോറിയേറ്റ് ചെയ്തു എന്ന് മനസ്സിലാവുകയുള്ളൂ.
നമ്മൾ സാധാരണ ആൾക്കാർക്കൊക്കെ ഒരു മെൻ്റലി ചെറിയ ചെറിയ ടെൻഷൻസ് ഉണ്ടാവും, സ്ട്രെസ്സസ് ഉണ്ടാവും. പക്ഷെ അത് പുറത്തേക്ക് കാണിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മെൻ്റലി ഹെൽത്ത് ഇസ് ഡിറ്റോറിയേറ്റിംഗ് എന്ന് മനസ്സിലാവുള്ളൂ. ജസ്റ്റ് ഒരു കുറേ ഇൻഫർമേഷൻ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഹെൽത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്ന കാര്യമാണ് പോസിറ്റീവ് ഹെൽത്ത്. പോസിറ്റീവ് ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് ആദ്യം. എന്താ ഹെൽത്ത് എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ പറഞ്ഞല്ലോ, ഒരു റിലേറ്റീവ് കോൺസെപ്റ്റാണത്. പിന്നെ ഹെൽത്ത്, ഇഫ് ഇൻ ഇറ്റ് വി സി എ കണ്ടിന്യൂം ഓഫ് ഫ്രീഡം ഫ്രം സിക്നെസ്, ബെറ്റർ ഹെൽത്ത് ആൻഡ് പോസിറ്റീവ് ഹെൽത്ത്. അങ്ങനെ ഒരു കണ്ടിന്യൂം കാണാം. സിക്നെസ് ഉണ്ടാവും, ബെറ്റർ ഹെൽത്ത് പറയാം, പിന്നെ പോസിറ്റീവ് ഹെൽത്ത്. എന്താണ് പോസിറ്റീവ് ഹെൽത്ത്? Positive health refers to a condition in which the body has sufficient reserve nutrition and resistant factors to prevent the invasion of the body by any microorganism or by the deprivation of any nutritional factors, causing a deficiency pathology and therefore completely free from disease. എന്താണ് ഉദ്ദേശം വെച്ചാൽ പോസിറ്റീവ് ഹെൽത്ത് ആണെന്ന് എപ്പോഴാണ് മനസ്സിലാവുക? നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ടുള്ള റിസർവ് ന്യൂട്രീഷൻ ഉണ്ടാവും. ഇപ്പം ന്യൂട്രീഷൻ ഡിപ്രൈവ് ചെയ്താൽ നമ്മുടെ കയ്യിൽ റിസർവിൽ ന്യൂട്രീഷൻ ഉണ്ടാവണം. എന്തിന്? നമ്മുടെ ബോഡിക്ക് മറ്റുള്ള മൈക്രോ ഓർഗാനിസംസ്, നമ്മളെ ഇൻവേഡ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിനെ ഫൈറ്റ് ചെയ്യാൻ ഒരു റിസർവ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഉണ്ടാവണം. ഈ ന്യൂട്രീഷൻ എന്തുകൊണ്ട് ആവശ്യം? നമ്മുടെ ബോഡിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെല്ലാം ഈ പോകുന്ന വിറ്റമിൻസ്, മിനറൽസ് ഭയങ്കര ചെറിയ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മളുടെ ഓരോ ബോഡി ഫങ്ഷന് വേണ്ടി കാറ്റലിസ്റ്റുമായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ചെറിയ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ഔട്ട് ആസ് ഡിസീസ്. അപ്പം ഫോർ എക്സാമ്പിൾ വിറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിറ്റമിൻ സി യൂഷ്വലി നമുക്ക് കിട്ടുന്നത് ലൈം, അതേപോലെ ഓറഞ്ച്, അങ്ങനെ പുളിയുള്ള ഫ്രൂട്ട്സ് എന്നൊക്കെയാണ്. അപ്പോൾ വിറ്റമിൻ സി നമ്മൾ കഴിച്ചില്ലെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു ഡെഫിഷ്യൻസി ഡിസീസസ് ലൈക്ക് സ്കർവി, ഈസി ബ്ലീഡിങ്, ചില കുട്ടികളിൽ ബ്ലീഡിങ് ഓഫ് ഗംസ്, അങ്ങനെയൊക്കെ പറ്റുന്നതാണ് സ്കർവി കണ്ടീഷൻ. കൊച്ചു കുട്ടികൾക്ക് വിറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. അങ്ങനെ ഡെഫിഷ്യൻസി ഡിസീസസ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഈവൻ ദ സ്മോളസ്റ്റ് മൈക്രോ ന്യൂട്രിയൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഹെൽത്ത്. അപ്പോൾ അതിനൊക്കെ പ്രോപ്പർ ഇമ്പോർട്ടൻസ് കഴിഞ്ഞ് ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഫുഡ് ഹാബിറ്റ്സ് നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയുന്നത്. ഫുഡ് ഹാബിറ്റ്സ് നമ്മളെ നന്നായിട്ട് ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിക്കുക. പോസിറ്റീവ് ഹെൽത്ത് റെഫേഴ്സ് ടു എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബോഡി ഹാസ് സഫിഷ്യൻറ്റ് റിസർവ് ന്യൂട്രിയൻസ് ആൻഡ് റെസിസ്റ്റൻറ്റ് ഫാക്ടേഴ്സ് ടു പ്രിവെൻറ്റ് ദ ഇൻവേഷൻ ഓഫ് ദ ബോഡി ബൈ എനി മൈക്രോ ഓർഗാനിസം ഓർ ബൈ ദ ഡിപ്രീവേഷൻ ഓഫ് എനി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് കോസിങ് എ ഡെഫിഷ്യൻസി പത്തോളജി ആൻഡ് ദെർഫോർ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ഡിസീസ്. അപ്പോൾ പോസിറ്റീവ് ഹെൽത്ത് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ഡിസീസ് ആയിരിക്കണം. നമുക്ക് റിസർവ് ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാവണം. എന്ന് വെച്ചാൽ പ്രോപ്പർ ബാലൻസ്ഡ് ആയിട്ട് കഴിച്ച് നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ പ്രോപ്പർ ആയിരിക്കണം. സോ ദാറ്റ് അപ്പോൾ നമ്മളുടെ ബോഡിയിൽ റെസിസ്റ്റൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ വരുന്ന അസുഖങ്ങളെ നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് തരും. മൈക്രോ ഓർഗാനിസംസ് നമ്മളെ ഇൻവേഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ദ ബോഡി വിൽ ഫൈറ്റ് ബാക്ക് വിത്ത് ദെയർ ഓൺ ആൻറ്റിബോഡീസ്. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ പോസിറ്റീവ് ഹെൽത്തിന് ഒരു നോർമൽ ഹെൽത്തിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് ഹെൽത്തിലേക്ക് എങ്ങനെ വരാം എന്ന് വെച്ചാൽ, പോസിറ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലും അതിനെ ഫൈറ്റ് ചെയ്യാൻ കഴിയുക, കുറച്ച് നാളെങ്കിലും നമുക്ക് അതിനെ സസ്റ്റെയിൻ ചെയ്യാം, നമ്മളുടെ നോർമൽ ഹെൽത്ത് പ്രോപ്പർ ഹെൽത്തിനെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് പോസിറ്റീവ് ഹെൽത്ത്. പോസിറ്റീവ് ഹെൽത്ത് വരാനുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? പോസിറ്റീവ് ഹെൽത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദീസ് ഫാക്ടേഴ്സ്. ഈ കുറച്ച് ഫാക്ടേഴ്സ് ഞാനിപ്പോൾ പറയാൻ പോണ ഫാക്ടേഴ്സിലാണ് പോസിറ്റീവ് ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്യണത്. നമ്പർ ഇട്ട് ഓർത്ത് വയ്ക്കുക. ബൈ ഈറ്റിംഗ് ഹോൾസം ഫുഡ്, by wholesome water and proper living conditions and proper work environment and proper good personal hygiene. ഇങ്ങനെ 5 ഫാക്ടേഴ്സ്, 5 എക്സാമ്പിൾസ് ആണ്. ഇനിയും ധാരാളം വരാം. ഈ ഒരു 5 ഫാക്ടേഴ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓർ ദ ഡിറ്റീരിയേഷൻ ഓഫ് ഹെൽത്ത് ഡ്യൂ ടു ഫോൾട്ടി ഓർ ഇൻആഡിക്വേറ്റ്. പിന്നെ ഇത് നെഗറ്റീവ് ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അസുഖങ്ങളിലേക്ക് വരാനുള്ള കാരണങ്ങളും കൂടി പറയാം. ഇത് പോസിറ്റീവ് ഹെൽത്ത് എന്ന് വെച്ചാൽ നോർമൽ ഹെൽത്തിൽ നിന്ന് നമ്മൾ പോസിറ്റീവ് ഹെൽത്തിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ഫാക്ടേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഈ 5 ഫാക്ടേഴ്സാണ് എക്സാമ്പിൾസ്. നെക്സ്റ്റ് നമ്മൾ ഡിറ്ററേഷൻ ഓഫ് ഹെൽത്ത് സംഭവിക്കാനുള്ള കാരണങ്ങൾ, ദ കോസേറ്റീവ് ഓഫ് ഡിറ്ററേഷൻ ഓഫ് ഹെൽത്ത് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നൊക്കെ. ഫോൾട്ടി ഓർ ഇനാഡിക്വേറ്റ് ഫുഡ്, എഗെയിൻ ദ ഫുഡ് കംസ് ദെയർ, റൈറ്റ്? ഫോൾട്ടി ഓർ ഇനാഡിക്വേറ്റ് ഫുഡ്, ഇൻഫെക്ഷൻ ത്രൂ ഫുഡ്, വാട്ടർ ഓർ എയർ,
സ്കിൻ ഓർ ഡ്യൂ ടു എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ആൻഡ് ആക്സിഡൻറ്റ്സ്. അപ്പോൾ ഇൻഫെക്ഷൻസ് വരിക, ഇൻഫെക്ഷൻസ് ഫുഡിൽ കൂടെ വരാം, വാട്ടർ, എയർ ഇഞ്ചുറി കൊണ്ടുവരാം, എക്സ്റ്റേണൽ ആക്സിഡൻറ്റ്സ് കൊണ്ടുവരാം, അങ്ങനെ. അപ്പോൾ ഒരു ഡിറ്ററേഷൻ ഓഫ് ഹെൽത്തിന് ഫുഡ്, ഇനാഡിക്വേറ്റ് ഫുഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻഫെക്ഷൻസ് വരിക ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാഡ് ഹൈജീനിക് പ്രാക്ടീസ്, അതും കൂടി ഓർത്ത് വയ്ക്കുക. ബാഡ് ഹൈജീനിക് പ്രാക്ടീസ്. ദെൻ എസെൻഷ്യൽസ് ഓഫ് മെയിൻ്റെനൻസ് ഓഫ് ഗുഡ് ഹെൽത്ത്, അതിൻ്റെ കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് പഠിക്കണം. അപ്പോൾ അതൊരു 10 ഫാക്ടേഴ്സാണ് ഇതിൽ പറയണത്. ഇറ്റ് ഈസ് ക്ലിയർലി ഗിവൺ ഇൻ യുവർ ബുക്ക്. യു ക്യാൻ ജസ്റ്റ് മാർക്ക് ഇറ്റ് നൗ. Adequate qualities of proper nutrition, adequate quantities of safe drinking water, and proper shelter with adequate ventilation and lighting, and proper clothing. Fourth one, proper clothing, and proper work, exercise, and rest and recreation. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ വർക്ക്, എക്സസൈസും റെസ്റ്റും റിക്രിയേഷനും ആവശ്യമാണ്, വർക്കും ആവശ്യമാണ്. ഒരു മനുഷ്യൻ ഐഡലായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും പോസിറ്റീവ് ഹെൽത്ത് ആയിട്ട് വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലക്ഷ്യോസും നമ്മളുടെ ലൈഫിൽ നമ്മൾ കിട്ടിയെന്ന് വെച്ച് നമ്മൾ പോസിറ്റീവ് ഹെൽത്തിലേക്ക് വരില്ല. ഇത് നമ്മൾ കുറച്ച് നമ്മളുടേതായ എഫേർട്ട് ഇടണം. കാരണം നമ്മൾ ജോലി ചെയ്യുക, നമ്മളെ ബ്രെയിൻ പ്രോപ്പർലി ഗുഡ് ഹെൽത്തിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഗീവ് വർക്ക് ടു ദ ബ്രെയിൻ. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുക, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ഷാർപ്പായിരിക്കും. ഇഫ് വി ഡോണ്ട് യൂസ് ദാറ്റ്, ഇറ്റ് മേ എന്താ പറയുക, അത് ഡിറ്റോറിയേഷനിലേക്ക് പോകും. അപ്പം മെൻ്റൽ ഹെൽത്തിന് പ്രശ്നം വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും പ്രോപ്പർ എക്സസൈസ് ആൻഡ് റിക്രിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഹോൾ ബോഡി. അതാണ് 5th വൺ. ദെൻ പ്രോപ്പർ സോഷ്യൽ കണ്ടീഷൻസ് ഫോർ എ ഹാർമോണിയസ് എക്സിസ്റ്റൻസ് ആൻഡ് വർക്ക്. അതെ, നമ്മളുടെ അടുത്തുള്ള ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. കുറച്ച് എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മളുടെ ഫാക്ടേഴ്സ്, നമ്മളുടെ കൂടെയുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഫേവറബിൾ ഫോർ അസ്, നമ്മൾ ബുദ്ധിമുട്ടും. ഇപ്പം ഒരു കുട്ടിക്ക് കുഞ്ഞിലേ മുതൽ അച്ഛനും അമ്മയും അടി ഉണ്ടാക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും തമ്മിൽ നല്ല പ്രശ്നമാണ്. അങ്ങനെയുള്ളൊരു കുട്ടി എത്രയൊക്കെ നല്ല ഡെവലപ്മെൻ്റ് ആണെങ്കിൽ പോലും ഭാവിയിൽ ആ കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ടാവാം. ബിക്കോസ് ഓഫ് ദ എൻവയോൺമെൻറ്റ്, ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ ഫ്രം വിച്ച് ഹി ഓർ ഷീ ഈസ് കമ്മിങ്. അപ്പോൾ അത് ഒരു കാര്യമാണ്. അപ്പോൾ പ്രോപ്പർ സോഷ്യൽ കണ്ടീഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ പ്രോപ്പർ സെക്യൂരിറ്റി ഫ്രം ഫിയർ ഓഫ് എനി കൈൻഡ്. അതെ, പ്രോപ്പർ സെക്യൂരിറ്റി. എന്ത് ഫിയർ ഉണ്ടെങ്കിലും, അമിതമായ ഫിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഫിസിക്കലി ഒരു മനുഷ്യനെ അഫക്റ്റ് ചെയ്യാം, അതേപോലെ മെൻ്റലി അഫക്റ്റ് ചെയ്യാം. അതും കൂടി ശ്രദ്ധിക്കുക. ദെൻ പ്രോപ്പർ സെക്യൂരിറ്റി, ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്. 8th വൺ ഇസ് പ്രോപ്പർ സെക്ഷൽ ബിഹേവിയർ ഷുഡ് ബി ദേ. പ്രോപ്പറായിരിക്കണം. അതിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതും കൂടുതലായ പ്രശ്നമാണ്. ദെൻ പേഴ്സണൽ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണൽ ഹൈജീൻ ഉണ്ടെങ്കിൽ കുറേയൊക്കെ ഇൻഫെക്ഷൻസ് നമുക്ക് ഇല്ലാതിരിക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കറിയാമല്ലോ, COVID-19 പ്രശ്നങ്ങൾ നമുക്കറിയാം. പ്രോപ്പർ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്താൽ തന്നെ കുറേയൊക്കെ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാം. ദെൻ പ്രൊവിഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഹെൽത്ത് സർവീസസ്. ഹെൽത്ത് സർവീസസ് ഉണ്ടായാൽ മാത്രം പോരാ, അത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോൾ, എങ്ങനെ, ഇതിനുള്ള എഡ്യൂക്കേഷനും ഒരു സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് കൊടുത്തിരിക്കണം. എന്നാലാണ് അതിൻ്റെ യൂട്ടിലൈസ് ചെയ്ത് അയാൾക്ക് പോസിറ്റീവ് ഹെൽത്തിലേക്ക് വരാനുള്ള വഴിയുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു 10 ഫാക്ടേഴ്സ് ഉണ്ട്, എസെൻഷ്യൽസ് ഓഫ് മെയിൻ്റെനൻസ് ഓഫ് ഗുഡ് ഹെൽത്ത്. അതും നിങ്ങൾ പഠിക്കുക. അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഹെൽത്ത് എന്താണ്, മെയിൻ്റെനൻസ് ഓഫ് ഹെൽത്തിന് എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഇസ് പോസിറ്റീവ് ഹെൽത്ത്. നൗ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ, ദാറ്റ് ഇസ് ഡിസീസ്. വാട്ട് ഈസ് ഡിസീസ്? നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യമാണ് ഡിസീസ് എന്താണ് അതിൻ്റെ കോസസ് ആൻഡ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. ഇങ്ങനെ 3 കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യനായിട്ട് നെക്സ്റ്റ് തന്നിട്ടുണ്ട്. നൗ വി വിൽ ഡിസ്കസ് ദാറ്റ്. അപ്പോൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ്. അപ്പോൾ ഈസിന്ന് വേരി ചെയ്യാം. ഈസ് എന്ന് പറഞ്ഞാൽ എല്ലാം പ്രോപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ക്രാക്ക് വരിക, അല്ലേ? പ്രോപ്പറായിട്ട് പോകുന്നതിനടുത്ത് ഒരു ക്രാക്ക് വന്നേക്കാണ്. ഡിസീസ് ഇസ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. അപ്പോൾ ഹെൽത്തിനേക്കാളും ഡിഫിക്കൽട്ടാണ് ഡിസീസിനെ ഡിഫൈൻ ചെയ്യാമെന്നാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. എന്താണ് ഡിസീസ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇറ്റ് ഡിനോട്ട്സ് ദ കണ്ടീഷൻ ഓഫ് എ ഹ്യൂമൻ ബോഡി ഇൻ വിച്ച് സംതിങ് ഹാസ് ഗോൺ റോങ് ആൻഡ് ഹാസ് അപ്സെറ്റ് ദ നോർമൽ ഫങ്ഷൻസ് ഓഫ് ദ ബോഡി ഇൻക്ലൂഡിങ് ദ മൈൻഡ്. അപ്പോൾ അതിനുള്ള ഒരു നല്ലൊരു ഡെഫിനേഷൻ ഞാൻ പറയാം. ഈ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എപ്പോഴെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എഴുതാം.
any harmful deviation from the normal structural or functional state of an organism, generally associated with certain signs and symptoms and differing in nature from physical injury. ഇതാണ് അതിൻ്റെ ഒരു നല്ലൊരു ഡെഫിനേഷൻ. യു ഹാവ് ടു റൈറ്റ് എ ഗുഡ് ഡെഫിനേഷൻ ഫോർ ഡിസീസ് ഓൾസോ. അപ്പം ഇതാണ് ഇപ്പോൾ പറയേണ്ടത്. ഡിസീസിനെ കുറിച്ച് പറഞ്ഞത്. ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസീസ് തന്നെ മൈൽഡ് സിക്നസ് ഉണ്ട്, സിവിയർ സിക്നസ് ഉണ്ട്, പിന്നെ ഡെത്ത് ഉണ്ട്. അങ്ങനെ പല വേരിയേഷൻസിലാണ് ഡിസീസ് വരുന്നത്. മൈൽഡർ ആയിരിക്കാം, പിന്നെ സിവിയർ ആയിരിക്കാം, പിന്നെ ഇറ്റ് മേ ലീഡ് ടു ഡെത്ത് ഓർ റിക്കവറി. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് പിന്നെ കോസസ് ഓഫ് ഡിസീസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോസസ് ഓഫ് ഡിസീസ് രണ്ട് തരത്തിലുണ്ട്. 2 types of causes, direct cause and indirect causes. Direct causesൽ വരുന്നത് ഒരു 8 ഫാക്ടേഴ്സാണ്. യു ഹാവ് ടു മെമ്മറൈസ് ഇറ്റ്. ഫസ്റ്റ് വൺ, ജനറ്റിക് ട്രേറ്റ്സ് കാരണം വരാം. ജനറ്റിക്കലി പ്രിഡിസ്പോസ്ഡ് ആണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്, അറിയാലോ എവരിബഡി. കൺജനറ്റൽ ഡിഫോർമേഷൻ ഓ മാൽ ഫോർമേഷൻ, നമ്മളുടെ ബർത്ത് ഇഞ്ചുറി സംഭവിച്ചിട്ട് എന്തെങ്കിലും മാൽ ഫോർമേഷൻസ് വന്നിട്ട് നമുക്ക് അങ്ങനെ സംഭവിക്കാം. നെക്സ്റ്റ് തേർഡ് വൺ, ട്രോമാറ്റിക്, എന്തെങ്കിലും ഒരു ട്രോമ, എന്തെങ്കിലും ഒരു ഷോക്ക് കാരണം അതുകൊണ്ട് ഡിസീസ് വരാനുള്ള ഡയറക്റ്റ് കോസ് ആവാം. പിന്നെ നാലാമത്തെ വരുന്നത് ഇൻഫെക്ഷൻസ്, ഇൻഫ്ലമേഷൻ, ഇൻഫെസ്റ്റേഷൻ. ഇതൊക്കെ പറയാനാണെങ്കിൽ ഓരോ ഫാക്ടേഴ്സിനെ കുറിച്ചും കുറേ പറയാനുണ്ട്. ബട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ആയതുകൊണ്ടാണ്, ആവശ്യമുള്ളത് മാത്രമായിട്ട് നമുക്ക് ചുരുച്ചും. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ ആൻഡ് ഇൻഫെസ്റ്റേഷൻ. ഇങ്ങനെ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണ്? വൈറൽ ഇൻഫെക്ഷൻ ആവാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം, ഇൻഫ്ലമേഷൻ ആവാം, എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ സംഭവിക്കാം. ദെൻ ഇൻഫെസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേംസിൻ്റെ ഇൻഫെസ്റ്റേഷൻ വരാം, ഹൂക്ക് വേം, റൗണ്ട് വേം, അങ്ങനെ പല അതുകൊണ്ടും വരാം. അത് ഡയറക്റ്റ് കോസാണ്, ഡയറക്റ്റ് കോസ് ഫോർ ഹാവിങ് എനി ഡിസീസ്. നെക്സ്റ്റ് ക്യാൻസർ ഇസ് എ ഡയറക്റ്റ് കോസ്. നെക്സ്റ്റ് മാൽ ന്യൂട്രീഷൻ, അപ്പോൾ ന്യൂട്രിയൻസ് പ്രോപ്പർ അല്ലെങ്കിൽ എഗെയിൻ മാൽ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് വിൽ ബി ദെയർ. ദെൻ സെവൻത്ത് വൺ ഇസ് ഹോർമോണൽ ഡെഫിഷ്യൻസീസ്. എഗെയിൻ ഹോർമോണൽ ഡെഫിഷ്യൻസി സാധാരണ വരുന്നത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒരു ഫാക്ടറാണ് ഹോർമോണൽ ഡെഫിഷ്യൻസീസും ഹോർമോണൽ ഇംബാലൻസും വരാനായിട്ട്. പിന്നെ നമ്മുടെ സിർക്കാഡിയൻ റിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉറക്കം പ്രോപ്പർ ടൈമിലല്ല നമ്മുടെ ഉറക്കം. അതേപോലെ രാവിലെ പ്രോപ്പർ ടൈമിൽ എണീക്കുക, രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങുക. ഈ ഒരു റിതം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഷുവർ വരും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതൽ കാരണങ്ങളും അതാണെന്ന് തോന്നുന്നു. ഹോർമോണൽ ഇംബാലൻസസും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോൾ ധാരാളമാണ്. അതിന് ഒരു കാരണം ഫുഡ് ഹാബിറ്റ്സ് ആണ്. രണ്ടാമത്തെ കാരണം ഉറക്കം, പ്രോപ്പർ സ്ലീപ്പ് പാറ്റേൺ ഇല്ലാത്തതുകൊണ്ട്. നെക്സ്റ്റ് മെറ്റബോളിക് ഡിസോർഡേഴ്സും എഗെയിൻ ഇത് മെറ്റബോളിക് ഡിസോർഡേഴ്സ് സാധാരണ സ്ട്രെസ്സിനോട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിനോടും ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. പിന്നെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എഗെയിൻ ജനറ്റിക്കലി ഓൾസോ അതുകൊണ്ടാണ് വരാം. ദെൻ നെക്സ്റ്റ് പോയ്സൺസ് എന്തെങ്കിലും ഇൻജസ്റ്റ് ചെയ്താൽ ഉറപ്പാണ് നമുക്ക് എന്തെങ്കിലും ഡിസീസ് വരാം. അപ്പം തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണും. ഓക്കെ, അങ്ങനെ 9 ഫാക്ടേഴ്സ് ഉണ്ട് ഡയറക്റ്റ് കോസസ് ഓഫ് ഡിസീസ്. പിന്നെ അപ്പോൾ യു ഹാവ് ടു റിമെമ്പർ ദീസ് ഡയറക്റ്റ് കോസസ് ഓഫ് ഡിസീസ്. ദെൻ ഇൻഡയറക്റ്റ് കോസസ് ഓഫ് ഡിസീസ് വരുന്നുണ്ട്. അത് മിക്കവാറും ഇക്കണോമിക് ആൻഡ് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സാണ്. ഇൻഡയറക്റ്റ് ഫാക്ടേഴ്സ് ഓഫ് കോസിങ് ഡിസീസ്, ഇക്കണോമിക് ഫാക്ടേഴ്സ്, പിന്നെ ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്.